ഓൺ എക്സാംസൊക്കെ കഴിഞ്ഞപ്പം ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ചോദിച്ചു, സാറേ ഓൺ എക്സാം സംഭവം പാളിപ്പോയി, ഇനി ക്രിസ്മസ് എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ അതിന് എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം? അപ്പം അവൻ തന്നെ സമ്മതിച്ചു, ഞാൻ തന്നെ പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് ഓൺ എക്സാം പാളിപ്പോയത്. പലതും ഞാൻ തലേന്നാണ് നോക്കിയത്, പല ക്വസ്റ്റ്യൻസും പല ടോപ്പിക്കുകളും പല ന്യൂമറിക്കൽസൊക്കെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, തലേന്നാണ്. അപ്പം അതൊക്കെ ഉണ്ടല്ലോ പഠിക്കാമെന്നൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. പക്ഷേ ക്രിസ്മസിനെങ്കിലും എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതിന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ മുന്നിലിരിക്കുന്ന പല സ്റ്റുഡൻസിനും ആത്മാർത്ഥമായിട്ടെങ്കിലും ഇപ്പോൾ ആഗ്രഹിക്കുന്നൊരാഗ്രഹമായിരിക്കും, വെറുതെയെങ്കിലും ആഗ്രഹിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഓൺ എക്സാം കൊള്ളായല്ലോ, ഇനി ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലാണ്ട് നിങ്ങളുടെ ആ ചോദ്യം വെറും ആഗ്രഹത്തിൽ ഒതുങ്ങുകയും പിന്നെയും പഴയപടി ഇങ്ങനെ പോകുന്നു, ക്രിസ്മസിൻ്റെ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്നു, പിന്നെയും മാർക്ക് കുറയുന്നു, ഇനി അടുത്തത് പബ്ലിക് എക്സാമിന് കാണിച്ചു തരാമെന്ന് പറയുന്നു, പബ്ലിക് എക്സാമിന് ആകെ 1-2 മാസമേ ഉണ്ടാവുള്ളൂ, പിന്നെയും അത് അപ്പോഴേക്ക് പിന്നെയും പഠിച്ച് തീരാത്ത അവസ്ഥ വരുന്നു. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിൽ കാര്യമല്ല. ഓണം എക്സാം പാളിയതോ പാളി. ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതിന് എൻ്റെ മക്കളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങളൊന്ന് ആലോചിച്ച്, ഓണം എക്സാം മുതൽ ക്രിസ്മസ് എക്സാം വരെ ഇനിയുള്ളത് 4 മാസമാണ് നമുക്ക് വിരലിൽ എണ്ണാൻ വേണ്ടിയിട്ടുള്ളത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതിൽ 4 മാസം കൃത്യമായിട്ട് കിട്ടൂല. ക്രിസ്മസ് എക്സാമിൻ്റെ ഭാഗങ്ങളായിട്ട് തന്നെ ഡിസംബറിൽ കുറേ ദിവസങ്ങൾ പോകും, അങ്ങനെ പകുതി പോകും. സെപ്റ്റംബർ 8-ാം തീയതി നിങ്ങൾ സ്കൂൾ തുടങ്ങുന്നുള്ളൂ. പിന്നെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സായി, ആർട്സായി, ആറ്റിക്കുറുക്കി എടുത്ത 2-2.5 മാസം കിട്ടിയാലായി. എന്ന് പറഞ്ഞാൽ 2-2.5 മാസം കൊണ്ടാണ് ഇനി നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സുകൾ പഠിപ്പിച്ച് തരുന്നതും പഠിപ്പിക്കാൻ വരുന്നതും. അതെല്ലാം കൂടെ നിങ്ങൾ പഠിച്ചെടുക്കണം. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് 2-2.5 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് പിന്നെയും പഴയ പോലെ തന്നെയാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ വലിയ മാർക്കിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അല്ല, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയാണെങ്കിൽ മാർക്ക് താനെ വരും. അതിലൊന്നാമത്തത് നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ടൈം. സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് നിങ്ങൾ രാത്രി പഠിക്കാനിരിക്കുമ്പോൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കാൻ ഉപയോഗിക്കണം. മിക്ക സ്റ്റുഡൻസ് അങ്ങനെ ഇരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ പിറ്റേന്ന് അവർക്ക് ഹോംവർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും, അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതാത്തവരുണ്ടാവും, പിറ്റേന്നാണ് ഓർമ്മ വരുന്നവർ അതുകൊണ്ട്. പിറ്റേന്ന് എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കുന്ന സാറോ അല്ലെങ്കിൽ ഇമ്പോസിഷൻ തരുന്ന സാറോ ഒക്കെ ആണെങ്കിൽ അത് പേടിച്ചിട്ട് പഠിക്കുന്നവരുണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതിനപ്പുറം പഠിക്കൂല. പിറ്റേന്ന് സ്കൂൾ വല്ല പ്രോഗ്രാം ആണെങ്കിൽ പിന്നെ അന്ന് രാത്രി, ഇന്ന് ഫുള്ള് രാത്രി ഫ്രീ ആണ്, നാളെ സ്കൂളില്ല, നാളെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി ഫ്രീ, ഇങ്ങനെ പറയുന്നവരായിരിക്കും അധികവും. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പിറ്റേന്ന് സ്കൂളിൽ പഠിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പിറ്റേന്ന് പ്രോഗ്രാം ആണെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഹോംവർക്ക് എഴുതാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 മണിക്കൂർ നിങ്ങൾ ഓരോ രാത്രിയും മാറ്റി വെക്കണം. മിനിമം 4 മണിക്കൂർ വരെ പോകാം, മിനിമം 3 മണിക്കൂറെങ്കിലും പഠിക്കണം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 1-1.5 മണിക്കൂറും നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ആ സൈക്കിളിൽ നിങ്ങൾക്ക് 4 അല്ലെങ്കിൽ 4.5 മണിക്കൂർ കിട്ടുകയാണ്. രാത്രിയിലത്തെ 3ഉം രാവിലത്തെ 1ഉം, അല്ലെങ്കിൽ രാത്രിയിലെ 4ഉം രാവിലത്തെ 1ഉം, 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾ കിട്ടുക. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ 2.5 മാസങ്ങളിൽ നിങ്ങൾ ഓരോ ദിവസവും 5 മണിക്കൂർ പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് ഭയങ്കര നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ പഠിക്കാനിരുന്ന് തുടങ്ങി, ഞാൻ എന്തൊക്കെയോ ചെയ്ത് തുടങ്ങി, ഞാൻ എന്തൊക്കെയോ വർക്ക് തുടങ്ങി, എക്സാമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങി, ഇനി എനിക്ക് പതറാൻ കഴിയില്ല, ഇനി എനിക്ക് തളരാൻ കഴിയില്ല, ഇനി എനിക്ക് മുന്നോട്ട് തന്നെ പോകാൻ കഴിയൂ. ഇതാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടുന്ന എനർജി. ആ ടെൻഷൻ ഫ്രീ ആക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൊടുത്തിട്ടാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ അതിൽ സ്കൂളത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആ 3 മണിക്കൂറിനുള്ളിൽ പെടും. ആദ്യത്തെ 1-1.5 മണിക്കൂർ സ്കൂളത്തെ വർക്കും പഠിക്കാനുള്ളതൊക്കെ പഠിക്കാം. എന്നാലും അത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി എന്താണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് അത് പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ആ സമയം നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് സെറ്റായിരിക്കും. ഇനി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് അറിയില്ല, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, നമ്മുടെ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിൽ ചേരാവുന്നതാണ്. കാരണം ബാച്ചിൽ ചേർന്നുള്ള ഒരു ഗുണം ചെയ്ത് പ്രൊമോൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നതല്ല, പകരം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണല്ലോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുത്ത് ക്രിസ്മസ് എക്സാമിന് മാർക്ക് വേണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പറയുന്നതാണ്. ആ ആത്മാർത്ഥയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ബാക്കിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ ഞങ്ങളുണ്ടാവും. നിങ്ങൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എങ്ങനെ പഠിക്കേണ്ടെന്നൊരു ഐഡിയ കിട്ടും. എപ്പോഴൊക്കെ പഠിക്കേണ്ടതായിട്ട് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും, അതിൻ്റെ വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ട് പരിചയിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട്
പിന്നെ എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടിരുന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചേർത്തെടുത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ല, നിങ്ങൾക്ക് നമ്മൾ കെമിസ്ട്രിയിലെ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്കൊരു പുറത്തുനിന്നൊരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ഈ ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആ ആൻസറിലേക്ക്, ആ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സമയം നിങ്ങൾ കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഒക്കെ സെറ്റായിട്ട് വരും. ക്രിസ്മസ് എക്സാമുകൾ പൊളിച്ചെടുക്കാൻ പറ്റും.